IFPHന്റെ 1671 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. ഇതിനോടകം അനവധി ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നിട്ടുള്ള സാറ് റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് സാറിനുള്ളത്. ഇന്നത്തെ വിഷയം ദേഷ്യം ഹോമിയോപ്പതിയുടെ സാധ്യതകൾ. നല്ലൊരു വിഷയത്തിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ശരിയായിട്ടുണ്ട് സാറേ. ഓക്കെ, തുടങ്ങിക്കോ. ഇന്ന് എൻലാർജ് ചെയ്യണം തോന്നുന്നല്ലേ? എൻലാർജ് ചെയ്യുമ്പോ ചിലപ്പോ സാറിന് അബദ്ധം പറ്റും. സാറേ താഴെ ക്ലിക്ക് ചെയ്താലേ അത് എൻലാർജ് ആകൂലേ? അത് കുഴപ്പമില്ല, ഇങ്ങനെയായാലും മതി. സാർക്ക് കൂടുതൽ റിസ്ക് എടുക്കണമെന്നില്ല. വായിക്കാൻ പോകുന്നുണ്ട്. വാട്ട് ഈസ് ആങ്കർ എന്നുള്ളത് കാണാൻ സാറേ. സാറിന് കാണാൻ പറ്റുന്നില്ലേ? സാറേ ഫസ്റ്റ് പേജ് ഇപ്പൊ ഉണ്ട് സാറേ. സാറ് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. അന്നേരം ഈ IFHന് ആദ്യം എൻ്റെ ഒരു നമസ്കാരം. അതിൻ്റെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് എൻ്റെ മോഡറേറ്റർമാരും എൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും, കോർഡിനേറ്റർമാർക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം, വിനീതമായ നമസ്കാരം. ഞാൻ തുറന്നിട്ടില്ലേ, കാണുന്നില്ല. ഒരു മിനിറ്റ്, എന്നെ കാണാവോ? ഓക്കെ, അന്നേരം കുഴപ്പമില്ല. എനിക്കിവിടെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ അന്നേരം നമസ്കാരം എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും, അതുപോലെ പ്രത്യേകിച്ച് ഡോക്ടർ കൃഷ്ണപട്ട സാമുകളുടെ പതാരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് തുടങ്ങട്ടെ. നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്നത്തെ ദേഷ്യം എന്നുള്ളതാണ്. ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ നുണയന്മാരും ദേഷ്യക്കാരുമായിരിക്കും. ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നത്, അതായത് ഒരു സ്വാമിയോട് ചെന്ന് ഒരാൾ ചോദിച്ചു, സ്വാമിക്ക് ദേഷ്യം വരാം. അങ്ങനെ സ്വാമി പറഞ്ഞു, എനിക്ക് ഒരിക്കലും ദേഷ്യം വരികയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ആരോട് ദേഷ്യപ്പെടാനാണ് ഈ വനത്തിന്റെ നടുക്കരുത്. അന്നേരം വന്നയാള് ചോദിച്ചത്, ഒരിക്കലും വന്നിട്ടില്ലേ? ഇതിനു മുമ്പ് സ്വാമിയാകുന്നത് ഒരിക്കലും വന്നിട്ടില്ല. ഒരിക്കലും വന്നിട്ടില്ല, ഒറ്റ പ്രാവശ്യം പോലും വന്നിട്ടില്ല. ഇല്ല. എന്നാലും അന്നേരം സ്വാമി പറഞ്ഞു, തന്നോടല്ലേ പറഞ്ഞ എനിക്ക് ദേഷ്യം വരികയായിരുന്നു, എനിക്കെന്നാ പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ദേഷ്യം വരാത്ത ആരും ഈ ലോകത്തിലില്ല. ദേഷ്യവും സങ്കടവും, നമ്മളിതൊരു എമോഷൻസ് ഇല്ലാത്ത ആരും ലോകത്തിലില്ല. ഏത് വലിയ ഗുഹയിലിരിക്കുന്ന ആരും കൊള്ളാം, ഏത് വലിയ പ്രീസ്റ്റാണേലും കൊള്ളാം, ആരാണെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ജനിച്ചപ്പോൾ തൊട്ടുള്ള ഒരു വീക്ക്നെസ് ആണ് ഈ മാനസികമായിട്ടുള്ള ഈ ഒരു പിരിമുറുക്കം. അതായത് ദേഷ്യം, സന്തോഷം, ദുഃഖം, അങ്ങനെ ഭയം, ഇങ്ങനെയുള്ള നമ്മുടെ മാനസിക വൈകാരിക തലത്തിലുള്ള ഭയങ്കരമായുള്ള വ്യത്യാസങ്ങൾ എല്ലാ മനുഷ്യരിലും ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അത് പൊട്ടിപ്പുറപ്പെടും. അതിലൊരെണ്ണമാണ് ഒരു എമോഷൻ, വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. അപ്പം അത് ഇനി ഇത് വരുമ്പോഴത്തേനും കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ കേസുകളിലൂടെ ചേർത്ത് പറയാം. അപ്പം അത് പറയാൻ പോയാൽ ഇത് പറയാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് അതിലോട്ട് കൂടുതൽ കണക്കാത്തത്. അപ്പം അന്നേരം വാട്ട് ഈസ് ആങ്കർ? എന്താണ് ദേഷ്യം? ആങ്കർ ഈസ് എ നാച്ചുറൽ ഹ്യൂമൻ എമോഷൻ characterized by feeling of antagonism and displeasure, informal and healthy, varying intensity of physical changes, emotional impact. ഞാൻ പതിയെ പറയുന്നത് എന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അക്ഷരം
ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാണാൻ. ഞാനത് ഇതിൽ ഈ കമ്പ്യൂട്ടറിലോട്ട് മാറ്റിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ നല്ലോണം കാണാമായിരുന്നു. ഇതിൻ്റെ അകത്തോട്ട് മാറ്റിയപ്പോൾ എന്തോ തകരാറ് പറ്റി. അതാണ് ചെറുതായി പോയത്. ക്ഷമിക്കണം. അറിഞ്ഞോണ്ടും ചെറുതായതല്ല, അറിയാതെ പറ്റിപ്പോയതാണ്. ക്ഷമിക്കുക. അപ്പം അന്നേരം എന്താണ്, ആങ്കർ ഈസ് എ നാച്ചുറൽ ഹ്യൂമൻ എമോഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഫീലിംഗ് ഓഫ് antagonism and displeasure, informal and healthy varying intensity physical character changes, emotional impact. അന്നേരം നമ്മൾ ദേഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള മാനസികം ഇത് വരുന്നതാണ്. ചെറിയ തരത്തിലുള്ള ശാരീരിക മാനസിക വൈകാരിക തരത്തിലുണ്ടാകുന്ന ഈ വൈകാരത്തിനുണ്ടാകുന്ന വ്യതിയാനത്തിനെയാണ് നമ്മൾ ദേഷ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകുന്നില്ല പറയണം. ആരെങ്കിലും മനസ്സിലാകുന്നില്ല കൈ പൊട്ടിക്കണം. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറേ. ഞാന് മാറ്റാൻ മാറി. അത് എങ്ങനെയൊക്കെ ആങ്കർ ശരിയാ, എങ്ങനെയൊക്കെ ഈ ആങ്കർ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് ആങ്കർ ബാധിക്കുന്നത് ഹാർട്ടിനെ ബാധിക്കും, ഹാർട്ടിൻ്റെ റേറ്റിനെ ബാധിക്കും, ശ്വാസത്തെ ബാധിക്കും, നമ്മുടെ ശരീരത്തെ മൊത്തം ടെൻഷൻ ഉണ്ടാക്കും, ഹോർമോണൽ ഇംബാലൻസ് അതുണ്ടാക്കും. അതൊക്കെയാണ് അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യേക ആങ്കർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനെ പൊതുവെ നമ്മൾ പറയുന്നത് സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നാണ്. സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്നാൽ മാനസികജന്യ രോഗങ്ങൾ എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നിങ്ങൾക്കുണ്ടായിട്ടുള്ള അസുഖങ്ങളിൽ പലതും ഒരു മാനസിക പ്രയാസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. ഒന്നുകിൽ നമ്മളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇത് മനസ്സിലുണ്ടാകുന്ന അഗാധമായ ദുഃഖം, ദേഷ്യം, പിന്നീട് നമ്മുടെ ശരീരത്തിനെയും ബാധിച്ച് ശരീരം രോഗാവസ്ഥയിലാക്കും. ഇതുകൊണ്ട് പ്രമേഹം, രക്തസമ്മർദ്ദം, മൈഗ്രെയിൻ ഇതെല്ലാം ഈ ഗണത്തിൽപ്പെടുന്ന രോഗങ്ങളാണ്. ഇതുകൂടാതെ മറ്റു പല അസുഖങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മനസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ ദേഷ്യപ്പെടുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ എൻ്റെ ശരീരത്തിൽ അഡ്രിനലിൻ, നോൺ അഡ്രിനലിൻ, കോർട്ടിസോൾ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു. അതായത് അഡ്രിനലിൻ, നോൺ അഡ്രിനലിൻ, കോർട്ടിസോൾ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുന്നു ദേഷ്യപ്പെടുമ്പോഴാണ്. ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഹൃദയമിടിപ്പ്, ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നതിൽ ഹൃദയമിടിപ്പ് കൂട്ടുന്നു, രക്തസമ്മർദ്ദം കൂട്ടുന്നു, രക്തത്തിലെ സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ലില്ല. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു, വായിലെ ഉമിനീരിന്റെ ശ്രവണം കുറയുന്നു. നമ്മൾ ഒരു സംഘർഷാവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതേ അവസ്ഥയാണ്. ഈ മാറ്റങ്ങൾ ശരിക്കും ശരീരത്തിന്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമുക്ക് ഒരു എമർജൻസി സാഹചര്യം വരുമെന്ന് കണ്ടാൽ ഉടനെ തന്നെ ശരീരത്തിൽ ഈ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനോ മറ്റ് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാനോ വേണ്ടിയാണ്. നമ്മൾ ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷത്തിൽ നിന്നോ ടെൻഷനിൽ നിന്നോ നോർമൽ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ ഈ പറയുന്ന ആളുകൾ എല്ലാം നോർമലാകും. എന്നാൽ ഒരാൾ എപ്പോഴും ദേഷ്യപ്പെടുകയോ അമിതമായ സംഘർഷത്തിലോ ടെൻഷനിലോ കൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിന് ഒരാശയക്കുഴപ്പമുണ്ടാകുന്നു. അപ്പോഴാണ് ഇത്തരം എമർജൻസി സാഹചര്യം വരുന്നു എന്നറിഞ്ഞതുകൊണ്ട് ഇത് എപ്പോഴും ശരീരത്തിൽ ഇരിക്കട്ടെ എന്ന് കരുതുന്നു. അങ്ങനെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടുന്ന ബ്ലഡ് പ്രഷറും ഷുഗറും എല്ലാം ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ ദേഷ്യത്തിൽ നിന്നും ടെൻഷനിൽ നിന്നും അങ്ങനെ ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണ് നാം രക്തസമ്മർദ്ദമുള്ളവരും പ്രമേഹ രോഗികളും ഒക്കെ ആയി മാറുന്നത്. ഇങ്ങനെയാണ് ഓരോ അസുഖങ്ങൾക്കും മാനസികാവസ്ഥ കാരണമായി തീരുന്നത്. നിങ്ങൾക്ക് വ്യക്തമാക്കാനോ പറഞ്ഞത് ഒരു മുകളിൽ പറയുന്ന പല പരിപാടികളും പല ടെസ്റ്റുകൾ നടത്തിയിട്ടും അസുഖങ്ങൾ കണ്ടുപിടിക്കാനാവാതെ ഓരോ ഡോക്ടർമാരുടെ അടുത്ത് മാറി പോകുന്നവരെ കണ്ടിട്ടില്ല. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി എല്ലാം ചെയ്തിട്ടും രോഗിയുടെ രോഗത്തിന്
ശമനമില്ലാത്ത അവസ്ഥ ഇത്തരം കേസുകളിൽ അസുഖം ശരീരത്തിൻ്റെ മനസ്സിനാണ് എന്നാണ് വാസ്തവം. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റിയത്, അതുകൊണ്ട് അത് പറയുന്നില്ല. അതുകൊണ്ട് ഹാർട്ടിൽ റേറ്റ് പാൽപിറ്റേഷൻ ഉണ്ടാകും, അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരും. അതായത് ഹൃദയമിടിപ്പ് കൂടും, പൾസ് കൂടും, BP കൂടും, ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ശ്വാസം കൂടുതൽ എടുക്കേണ്ടി വരും, മസിലിന് വേദന, ടെൻഷൻ, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, സിറോട്ടിനിൻ, ഡോപ്പാമിൻ, ഓക്സിറ്റോസിൻ മുതലായ 3-4 ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മൾക്ക് കുറഞ്ഞിട്ട് ഈ നെഗറ്റീവ് ഹോർമോൺസ്, കോർട്ടിസോണും അങ്ങനെയുള്ള നെഗറ്റീവ് ഹോർമോൺസ് ഒക്കെ നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. എന്നാണ് ഇതിൽ നിന്നുണ്ടാകുന്ന ദേഷ്യം വന്നാലാണ്. അൺഹെൽത്തി ആൻഡ് ഹെൽത്തി ആങ്കർ. അതായത് ദേഷ്യമില്ലാത്ത മനുഷ്യരില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദേഷ്യം പലതരത്തിലുണ്ട്. ഒന്ന്, നമുക്ക് സ്ട്രെസ്സുള്ള ഈ ഗുഡ് സ്ട്രെസ്സും ബാഡ് സ്ട്രെസ്സും ഉള്ള മാതിരി അൺഹെൽത്തി എക്സ്പ്രഷനുണ്ട്, ഹെൽത്തി ഉണ്ട്, രണ്ടുണ്ട്. ഒന്ന് ഷൗട്ടിങ്, ഈവനിങ് ഷൗട്ടിങ്. ഇങ്ങനെ എപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ളവർ ചെറിയ കാര്യം വന്നാൽ അങ്ങ് പൊട്ടിത്തെറിക്കും, വായി വരുന്നതൊക്കെ പിടിച്ചു പറയും. ദേഷ്യം വരുമ്പം അതെല്ലാം അവർക്ക് എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അഗ്രഷൻ, ഫിസിക്കൽ ആൻഡ് വെർബൽ. ആദ്യം തെറിയും തെന്തനൊക്കെ പറയും, പിന്നെ അതിനുശേഷം കൈയും കാലും ഒക്കെ പ്രയോഗങ്ങളൊക്കെ തുടങ്ങും. അങ്ങനെ ഫിസിക്കലായിട്ടും വെർബലായിട്ടും 2 തരത്തിലും ഇങ്ങനെ വരാം. പാസീവ് അഗ്രഷൻ, സെൽഫ് ഹാം. ചിലപ്പം വേറുള്ളവരെ ഹരിജൻ തീരാഞ്ഞ് ചിലപ്പം സ്വന്തം ഇത് കിട്ടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു പോയട്രി പഠിച്ചിട്ട് അവന് ഹരിജൻ തീരാഞ്ഞിട്ട് പിന്നെയും വീടിന് ചുറ്റും ഓടി എന്നൊക്കെ പറഞ്ഞൊരു പദ്യം കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഹരിജൻ തീർക്കാൻ വേണ്ടി മനുഷ്യൻ പല പല വിദ്യകളും പ്രയോഗിക്കും. പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ കാം ചെയ്യാനായിട്ട് സബ്സ്റ്റൻസ് ഉപയോഗിക്കും. അതായത് ആൽക്കഹോൾ, ഇപ്പോൾ ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, കഞ്ചാവ്, മധു, ഇതുമൊക്കെ ഇൻഡസ്ട്രിയോ ഏതാണ്ടൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് ഇപ്പം ഓർമ്മ വരുന്നില്ല. പിന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് എല്ലാം ഉണ്ട്. അതിലോട്ട് മാറാം. ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെയാകാം. ഈ ആങ്കർ ഒരു വലിയ കുഴപ്പക്കാരനാണ്. അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലോട്ടും നയിക്കാം. മരിക്കാം, സൂയിസൈഡ് ചെയ്യാം, ഹോമിസൈഡ് ചെയ്യാം. അതൊക്കെ ഇപ്പോൾ പുറമെ നമുക്ക് അതിന് നല്ല നല്ല മരുന്നുണ്ട്. നമുക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള മെഡിസിനൊക്കെ. ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാമെങ്കിലും അത് പട്ടിയുടെ വാല് വളരിട്ട മാതിരി. അത് വളരെ ഊരിക്കഴിയുമ്പോൾ വാല് പിന്നെയും വളഞ്ഞു. നമ്മളേത് അങ്ങനെയില്ല, പെർമനൻ്റായിട്ട് കുറയും. അതിൻ്റെ കൂട്ടത്തിൽ ഈ സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് ഒക്കെ കൂടെ ചേർത്താൽ നമുക്ക് പല രോഗങ്ങളും ഈ ആങ്കർനെസ് കൊണ്ടുള്ള, അതായത് നമ്മുടെ ദേഷ്യം കൊണ്ടുള്ള പല ബാഡ് എഫക്റ്റും നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ മെഡിസിനോടും പറ്റിയ ലോകത്ത് വേറെ ഒരു സംവിധാനവും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും പറയാം. കുറേ കേസുകളൊക്കെ ഇടയ്ക്ക് പറയാം. ഹെൽത്തി ആങ്കർ എക്സ്പ്രഷൻ എന്നാണെന്ന് നോക്കാം. കാം കമ്മ്യൂണിക്കേഷൻ, വളരെ ശാന്തമായിട്ട് സംസാരിക്കുക. അഥവാ നമുക്ക് ദേഷ്യം വന്നെന്ന് വിചാരിച്ചു, ആ സ്ഥലത്തുനിന്ന് തൽക്കാലത്തേനും മാറുക, ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ഈ ഷോർട്ട് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ ഇരിക്കുക, ഒരു നടുവ് നേർന്നിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ ബട്ടണൊക്കെ അഴിച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ശരീരം വെച്ചിട്ട് നല്ല വലിച്ചു മുറുക്കുക, റിലാക്സ് ചെയ്യുക, വലിഞ്ഞു മുറുക്കുക. അങ്ങനെ ഒരു 5-10 പ്രാവശ്യം ചെയ്യുക. ശ്വാസത്തെ എടുക്കുന്നതും വലിക്കുന്നതും ഓർത്തിരിക്കുക. ഷോർട്ട് റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറയും. അത് നമ്മൾ എപ്പോഴേലും ദേഷ്യം വന്നാൽ നമ്മൾ ആ സ്ഥലത്ത് മാറി, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിരുന്ന് അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം അത്രയും മതിയാകും. അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ 100 തൊട്ട് 99, 98 താഴോട്ട് എണ്ണുക. മനസ്സിൽ വിചാരിക്കണം, 75 ആകുമ്പോഴേ ദേഷ്യം കുറഞ്ഞു. നല്ല പിന്നെ പറ്റുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ പോവുക. തൽക്കാലത്തേന് പോയി അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ളവരുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് തിരിച്ചു വയ്ക്കുക. ഇതൊക്കെ ചില ടെക്നിക്കുകളാണ്. അന്നേരം പിന്നെ രണ്ടാമതുള്ളത്, ഏതെങ്കിലും ഒരു പ്രോബ്ലം കൊണ്ടാണെങ്കിൽ സോൾവ് ചെയ്യാവുന്നതാണെങ്കിൽ സോൾവ് ചെയ്യുക.
സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണുക. ഇപ്പം ചിലപ്പോൾ പല രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, ചിലപ്പം ചില വഞ്ചനകളായിരിക്കാം, നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കാം, യുദ്ധങ്ങളായിരിക്കാം. ഇതിനെയൊന്നും നമുക്ക് തടുക്കാൻ പറ്റിയല്ല. നമ്മൾ തന്നെ വിചാരിച്ചാലൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റിയല്ല. അങ്ങനെ ഇരിക്കുമ്പം നമുക്കതിനെ അങ്ങനെ തന്നെ കാണാനും അങ്ങനെ തന്നെ വിടാനേ പറ്റുള്ളൂ. ഇപ്പം ലോകത്തിൽ 2 സ്ഥലത്ത് യുദ്ധങ്ങൾ നടക്കുക. നമ്മളാരും വിചാരിച്ചാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും. മരിച്ചവരൊക്കെ മരിച്ചു, പോയവരൊക്കെ പോയി. പിന്നെ മനുഷ്യന്റെ മനസ്സാണ് ഇതെല്ലാം നല്ലതും അഴുപ്പൊക്കെ ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ് അങ്ങനെ സംസാരിക്കുക. ഇപ്പം യുദ്ധം തന്നെയാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഒത്തുകൂടി പറഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആരും അധികം ശ്രമിക്കുന്നില്ല. കരുത്തനായ രാജ്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റിയില്ലാത്ത ചില ഫോഴ്സുകളൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാൻ മേലാത്ത ഒരു പ്രോബ്ലവും ഇല്ല. അതായത് 1-ാം ലോകയുദ്ധത്തിനും 2-ാം മഹാലോകയുദ്ധത്തിനും ഒരു പാർട്ടി തോക്കും, മറ്റേ ആൾ വിൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പാകിസ്ഥാനുമായിട്ട് 2-3 പ്രാവശ്യം ചൈനയായിട്ടൊക്കെ ഉണ്ടായി. എങ്കിലും അവസാനം വരുന്നത് എന്താ? ഒരു ഡയലോഗാണ്, ഒരു കൂടിക്കാഴ്ചയും ഒന്നിച്ചൊരുമിച്ചിരുന്നൊരു ടേബിളിന് ചുറ്റുമിരുന്ന് നമ്മൾ പറഞ്ഞു തീർക്കുക. അതാണ് ഏറ്റവും നല്ലത്. സെറ്റിംഗ് ബൗണ്ടറീസ്, ഇതിനെല്ലാം ഒരു ലക്ഷ്മണരേഖയുണ്ട്. സീക്കിംഗ് സപ്പോർട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ വേറെ പല ഉന്നത രാജ്യങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് തന്നെയാണ് പേഴ്സണലാണെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ കൗൺസിലറുടെയോ ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെയോ ഒരു സപ്പോർട്ടോടുകൂടി ട്രീറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ, അതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എടുക്കുന്ന ബ്രീത്തിങ് ഒരു 1, 2, 3, 4, 5 എന്ന് എണ്ണുന്ന സമയം ബ്രെത്ത് അകത്തോട്ട് എടുക്കുക, അവിടെ നിർത്തുക, 1, 2 എന്നുണ്ടെന്ന് ഒരു. അതുപോലെ തന്നെ 5, 4, 3, 2 എന്നുണ്ടെന്ന സമയത്ത് വെളിയിലോട്ട് വിടുക, അവിടെ നിർത്തുക. ഇങ്ങനെയുള്ളത് ചെയ്യുക. പിന്നെ ഇത് ഈ ഇടത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് വലത്തെ മൂക്കിൽ കൂടെ എടുത്തിട്ട് എടാ പെങ്ങളാന്ന് പറയുന്ന ഒരു നാഡിയുണ്ട്. അതിനെയൊക്കെ ശുദ്ധീകരിക്കുകയും അതൊക്കെ ചെയ്യുന്ന ചില യോഗ ക്ലാസ്സുകളും അതുപോലെ തന്നെ മെഡിറ്റേഷൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാൻ പറ്റും. സ്പീഡ് കൂടുതലുണ്ടോ ഡോക്ടറെ? ഇല്ല ഇല്ല സാറേ. റെക്കഗ്നൈസിങ് യുവർ ട്രിഗേഴ്സ്. എന്തൊക്കെയാണ് നമ്മളെ ദേഷ്യം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിയുന്നത് ഉണ്ടാക്കാതിരിക്കുക. അഥവാ ഉണ്ടായാൽ തന്നെ വീണ്ടും അതുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. അവോയ്ഡ് സംടൈംസ്. ചിലപ്പോഴൊക്കെ നമ്മൾ അവിടുന്ന് അങ്ങ് മാറിയേക്കുക. ഇപ്പം ഭാര്യയും ഭർത്താവ് ഒരു ഇതാണെങ്കിൽ ഭാര്യ ചൂടായ ഭർത്താവ് തണുത്തേക്കുക. ഭർത്താവ് ഇടയ്ക്ക് ദേഷ്യം വന്നാൽ ഭാര്യ അങ്ങ് അധികം ഒന്നും സംസാരിക്കാതിരുന്നാൽ ആൾക്കാലത്ത് തന്നെയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും. ടൈം വിൽ മേക്ക് യു ടു കറക്റ്റ് ഇറ്റ്. ഡെവലപ്പ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ഇപ്പം ചില മെത്തേഡുകളൊക്കെ ഉണ്ട്. അതൊന്ന് ഒരു കടലാസിൽ എഴുതിയിട്ട് ദേഷ്യം വരുന്നത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയുക. ഒരു സൈക്കോളജിക്കൽ പരിപാടികളാണ്. പിന്നെ വേറൊന്ന് കുറേ ബോളുകൾ എടുത്തു വെച്ചിട്ട് നമുക്കുള്ള ദേഷ്യമൊക്കെ ആ ബോളുകളിൽ റബ്ബർ ബോളിൽ എഴുതിയിട്ട് അത് ഉരുവിട്ട് എറിയുക. വേറൊന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. എൻ്റെ ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളിക്ക് ദേഷ്യം വന്നാൽ പുള്ളി ഉടനെ ഷർട്ടും എടുത്ത് അനിയൻ്റെ വീട്ടിലോട്ടങ്ങ് പോകും. ഒരാഴ്ച കഴിഞ്ഞ് ദേഷ്യമൊക്കെ കഴിഞ്ഞ് ചേട്ടന് വേണ്ടി ഇവിടെ ഇങ്ങനെ തിരിച്ചു വരും. അന്നേരം ഞാനൊരു ക്ലാസ് എടുക്കുകയുണ്ടായി. ഈ TCI എന്ന് പറയുന്ന ടീം സെൻറ്റർ ഇൻറ്ററാക്ഷൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നപ്പം എന്നെയും ഒരു 15 വർഷം മുമ്പ് ഒരു ഓൾ കേരള 14 ഡിസ്ട്രിക്റ്റിൽ 38
സെൻറ്ററിനെ സെലക്ട് ചെയ്തു. അതിൽ ഒരു 2 സെൻറ്ററിൽ ഞാനും എൻ്റെ ഒരു ടീമും ഉണ്ടായിരുന്നു. അവരാ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പിള്ളേരെല്ലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 2 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന് ചോദിച്ചത്, കാരണം ദേഷ്യത്തിനുള്ള മരുന്നുമല്ല, എങ്ങനെയാണ് ദേഷ്യത്തെ അതിജീവിക്കാൻ പറ്റുന്നത്. 2ത്തെ ചോദ്യം, പ്രേമിക്കുന്ന തെറ്റാണ്. ഈ 2 ചോദ്യങ്ങളാണ് പിള്ളേരെല്ലാം, ടീനേജേഴ്സുള്ള പിള്ളേരെല്ലാം ചോദിച്ച ചോദ്യം. പിന്നെ അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയത് കൊണ്ട് അതിനെല്ലാം തക്കതായ ഉത്തരങ്ങളൊക്കെ കൊടുത്ത് അവർ വളരെ ഹാപ്പിയായി. അവർ വളരെയധികം ഒരു നല്ല ലെറ്റർ അയച്ചു, ഒരു ഫീഡ്ബാക്ക് ലെറ്ററൊക്കെ അയച്ചു. വളരെ നന്നായിട്ടുള്ള ഇതായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. ചിലരൊക്കെ ഇപ്പം നല്ല 15 വർഷമായില്ലേ, ചിലരൊക്കെ നല്ല രീതിയിലായി. അന്നത്തെ ക്ലാസ് അവർക്ക് ഉപകാരപ്പെട്ടെന്ന് പറയാറുണ്ട്. ചിലർ കണ്ടിന്യൂ ചെയ്യാറുണ്ട് കണക്ഷൻസ്. ചിലർ അതോടുകൂടി നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നാലും ചിലർ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കൗൺസിലിംഗ് ഇതാണെങ്കിൽ ഇടയ്ക്ക് ടെർമിനേഷൻ ചെയ്യണം. അതില്ലെങ്കിൽ ഇടയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ വീണ്ടും അവരെ കൺസൾട്ട് ചെയ്യുകയും വേണ്ടിയ ചികിത്സകൾ തേടുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോമിയോപ്പതി മെഡിസിനും നല്ല 1-ാം തരം മരുന്നുണ്ട്. ആ ഭാഗത്തോട്ട് വരുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. കൂൾ ഡൗൺ ടെക്നിക്ക്, അതായത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ബ്രീത്ത് ഡീപ്ലി. അതായത് 1, 2 ഇങ്ങനെ ഇരിക്കുക, 90 ഡിഗ്രി ഒരു കസേരയിൽ ഇരിക്കുക. ഇരുന്നിട്ട് കൈ തുടയിൽ 2 സൈഡിലും വെക്കുക. എന്നിട്ട് നേരായിട്ട് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു 2-3 ശ്വാസം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്ത് 2-3 പ്രാവശ്യം പതിയെ ഫ്ലോയിൽ. പിന്നെ ഇടത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ഫ്ലോയിൽ വലത്തെ മൂക്കിൽ കൂടെ വിടുക, വലത്തെ മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ഇടത്തെ മൂക്കിൽ കൂടെ വിടുക. അങ്ങനെ തിരിച്ചും മറിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെയ്യുക. എന്നാലും നമ്മുടെ പിങ്ങള സൂക്ഷ്മ എന്ന് പറയുന്ന നാഡികളെല്ലാം അത് ഉത്തേജിപ്പിക്കപ്പെടും. എന്നാലും നമ്മുടെ ശരീരത്ത് കുറച്ചുകൂടെ ഒക്കെ റിലാക്സേഷനും അനുഭവപ്പെടും. അതുപോലെ തന്നെ പല പല കെമിക്കൽ ചേഞ്ചസും നമ്മുടെ ശരീരത്തിലുണ്ടാകും. മെഡിറ്റേഷൻ, അതാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. നമ്മുടെ ആ ശ്വാസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാധനത്തെ ശ്രദ്ധിച്ചുകൊണ്ടും അത് ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ആ സമയത്ത് വളരെ ശരീരം കൊണ്ട് അധ്വാനിക്കാവുന്ന ഏതെങ്കിലും കാര്യം. നമുക്ക് എനിക്കറിയാം, എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾക്ക് ദേഷ്യം വന്ന് അയാൾ വിറക് വെട്ടും. വിറക് വെട്ടിക്കഴിയുമ്പോൾ അയാൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ അയാളുടെ ദേഷ്യം എല്ലാം അല്ല, നല്ല കഠിനാധ്വാനം ചെയ്യും, നല്ല എക്സസൈസ് ചെയ്യും. ചില യോഗാസനങ്ങളൊക്കെ ചെയ്താൽ അത് മനസ്സിൻ്റെ ശരീരത്തിനും ട്രാങ്കുലിറ്റി കിട്ടുന്ന ഒരുപാട് പ്രൊസീജിയറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, ടേക്കിങ് ഒരു ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് ഈ ക്വിക്ക് റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒത്തിരി താഴോട്ട് പോയോ? ഇല്ല. ലോങ് ടേം സ്ട്രാറ്റജീസ്, അങ്ങനെ ദീർഘകാലത്തെ പ്രോബ്ലം സോൾവിങ്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ 2 തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട്. ഒന്ന് സോൾവബിൾ പ്രോബ്ലം, ഒന്ന് അൺസോൾവബിൾ. ഒന്ന് നമുക്ക് പരിഹരിക്കാവുന്ന പ്രോബ്ലം ആണെങ്കിൽ അത് പരിഹരിക്കാൻ മേലാത്തതാണ് അങ്ങനെ തന്നെ വിട്ടേക്കുക. അതിനെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എർത്ത് ക്വാക്ക് വരാം. അതുപോലെ തന്നെ നമ്മുടെ വോൾക്കനോവൊക്കെ പൊട്ടി, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുക, ഇതുണ്ടാകുക, ഫ്ലഡ് ഉണ്ടാകുക, കണ്ടമാനം വരൾച്ച ഉണ്ടാകുക. ഇതൊക്കെ നാച്ചുറൽ കലാമിറ്റിയാണ്. ഇതൊന്നും നമുക്ക് ഒരു പരിധി വരെ തകർക്കാനൊന്നും പറ്റിയല്ല. അതൊക്കെ അങ്ങനെ തന്നെ കാണുക, അതിനെ അതിജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം, എന്നാണ് പ്രോബ്ലം എന്ന് കാണുക, അത് ഡിസ്കസ് ചെയ്യുക. ഈ മുമ്പ് പറഞ്ഞ കാര്യത്തിൽ കൂടെ ഒക്കെ നമ്മൾ അതിനൊരു സൊല്യൂഷൻ കെട്ടാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകാതിരിക്കുക. ബ്രെയിൻ സ്റ്റോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന തോന്നും.
നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എല്ലാവരോടും ആ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്നാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന സൊല്യൂഷൻ, പിന്നെ അതിന് ചില തെറാപ്പിയൊക്കെ ഉണ്ട്. അത് വേറെ പ്രത്യേക ഒരു ചാപ്റ്ററാണ്. തെറാപ്പികളൊക്കെ ഉണ്ട്, സൈക്കോളജിക്കൽ തെറാപ്പീസ് പലതുണ്ട്, റോൾ പ്ലേ മോഡൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്, ജസാൾട്ട് തെറാപ്പി, അങ്ങനെയുള്ള തെറാപ്പികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറയും. പിന്നെ ചൂസ് ദി ബെസ്റ്റ് സൊല്യൂഷൻ, ഇതിൻ്റെ ഏതാണ് നല്ലതെന്ന് അത് നമ്മൾ സെലക്ട് ചെയ്യുക. എവാലുവേറ്റ് ദി ഔട്ട്കം, എന്നിട്ട് അത് നമ്മൾ അവിടെ കൊണ്ട് നിർത്തരുത്. അത് കുറഞ്ഞോ ഇനിയോ എന്നുള്ളത് വീണ്ടും ഫോളോ അപ്പ് ചെയ്തിട്ട് അത് വീണ്ടും നമ്മളത് കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് അതുകൊണ്ട് ഔട്ട്കം ഉണ്ടായോ ഇനിയോ എന്നുള്ളത് അറിയാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മൾ ചില TA പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ പഠിച്ച ട്രാൻസാക്ഷൻ അനാലിസിസ് റിക്മാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കത്തിൽ കൂടെ തന്നെ പല കാര്യങ്ങളും നമുക്ക്. അതുപോലെ ഏറ്റവും നല്ലതാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ. അത് തന്നെ 4-5 തരത്തിലുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് അൺകണ്ടീഷൻ. ഒരു കുട്ടി നല്ല മാർക്ക് മേടിച്ച് പാസ്സായി വന്നാൽ 100-90 അല്ല 95 മേടിച്ചോണ്ട് 100 എന്നാ കിട്ടാത്തെന്ന് ചോദിക്കരുത്. മോളെ ഇത് കിട്ടിയതിന് എന്തേലും കണ്ടീഷൻ അല്ലാതെ എന്തേലും ഒരു പ്രൈസ് മേടിച്ചു കൊടുക്കുക, ചെറിയതാണേലും മതി, പിള്ളേർക്ക് ഉത്തേജനം കിട്ടും. അതുപോലെ തന്നെ കണ്ടീഷനുണ്ട്, നീ മേടിച്ചാൽ അത് ചെയ്യുന്നത് അത്രയും നല്ലതല്ല. പിന്നെ വെർബലുണ്ട്, നോൺ വെർബലുണ്ട്. വെറും ഒരു ആംഗ്യം ഒരു നോട്ടം മതി, നമുക്ക് ചിലരെ കണ്ടാൽ അങ്ങ് ഇഷ്ടപ്പെടും. എന്നാൽ അവരുടെ ഒരു ചിരിയോ സംസാരമോ എന്തെങ്കിലും ഒരു ആംഗ്യമോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും. വേറെ ഇവരെ കണ്ടാൽ നമുക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടാൻ പറ്റിയത്. അന്നേരം ബോഡി ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് വെർബൽ, അതായത് സംസാരത്തിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ. വെർബലുണ്ട്, ഇതുണ്ട്, അതിൽ 7% മാത്രമാണ്. ബാക്കി മുഴുവൻ ബോഡി ലാംഗ്വേജും ഇതൊക്കെയാണ്. ബാക്കിയുള്ള വെറും 7% കമ്മ്യൂണിക്കേഷൻ കൊണ്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ബോഡി ലാംഗ്വേജും ബാക്കി പല കാര്യങ്ങളുണ്ട്. അതിലോട്ട് പോയാൽ ഇത് തീർക്കലാത്തോടെ അതിലോട്ട് കടക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളെ മനസ്സിലാക്കാനും അയാളുടെ ആങ്കർനെസ് ഇത് ആക്കാനും ഒക്കെ പറ്റും. അത് TA-ക്കകത്തുള്ളതാണ്. ട്രാൻസാക്ഷണൽ അനാലിസിസിക്കകത്ത് സ്ട്രോക്ക് എന്ന് പറയുന്നുള്ള ചാപ്റ്ററിൻ്റെ അകത്താണ്. അത് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. അതുപോലെ വളരെ ഡീപ്പാണ്. സീക്കിംഗ് സപ്പോർട്ട്, അങ്ങനെ വേറെ ആളെ നമ്മളെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റിയല്ലാത്ത കാര്യമാണെങ്കിൽ വേറെ ഒരാളുടെ സഹായം കൂടെ നമുക്ക് സ്വീകരിക്കാം. അവരതിന് ഗൈഡ് ചെയ്യാൻ കഴിവുള്ളവർ വേറെ ഉണ്ട്, പലരുണ്ട്. അസർട്ടീവ് കമ്മ്യൂണിറ്റി ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ? അത് വായിക്കാൻ പറ്റുന്നില്ലേ? ഇച്ചിരി പാടാ എനിക്ക് തന്നെ പാടാം, അതാണ് ഞാൻ താമസിക്കുന്നത്. ചെറുതായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. അല്ലെ എന്താണെന്ന് വെച്ചാൽ അത് നോട്ട് എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, പാസീവ് കമ്മ്യൂണിക്കേഷൻ, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ തന്നെ പലതരത്തിലുണ്ട്. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അഗ്രസീവ്. നമ്മൾ പറയത്തിൽ തന്നെ ടോണിൽ നമുക്ക് പലതരത്തിലുള്ള ടോണിൽ സംസാരിക്കാം. ആന്ന് നോക്കാം, നമ്മൾ മൂടിയതേ ഉള്ളൂ. പക്ഷെ ആ മൂടലിന് തന്നെ പല അർത്ഥമുണ്ട്. അത് എല്ലാത്തിനെല്ലാം ഓരോ തരത്തിലുള്ള മീനിങ് ആണ്. അന്നേരം നമുക്ക് ഇപ്പം അതിന് ട്രാൻസാക്ഷൻ അനാലിസിസ് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാരലൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പലത് പറഞ്ഞിട്ടുണ്ട്. പാരലാണെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇച്ചിരി താമസിച്ചെന്ന് വിചാരിച്ചു, നിങ്ങൾ എവിടെ ആയിരുന്നു ഇത്ര നേരം, എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് ചോദിക്കുക. എന്ന് കഴിഞ്ഞാൽ ഞാൻ വേറൊരാളുടെ അടുത്തായിരുന്നു, അല്ലെ എങ്ങനെയാണെന്ന് എന്നേലും പറയാം. അതിനകത്ത് വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ തന്ന് എന്നാ ഇന്ന് താമസിച്ചേ, ഇന്ന് ഓഫീസ് വണ്ടി കിട്ടിയില്ലേ. അതിന് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ പലതരത്തിൽ പാസീവ് കമ്മ്യൂണിക്കേഷൻ, അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പലതായിട്ടുണ്ട്. നമ്മുടെ ആ ഭാവം, പെരുമാറ്റം, ബോഡി ലാംഗ്വേജ്, ചോദ്യം, ഇതിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക്
മനസ്സിലാക്കാനും പറ്റും. ഇതെല്ലാം ദേഷ്യത്തിന് ഇത് മനസ്സിലാക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരിതാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഐ സ്റ്റേറ്റ്മെന്റ് കഴിയുന്നത് ഒഴിവാക്കും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊരിക്കൽ JCCന്റെ ഒരു ട്രെയിനിങ്ങിന് പോയപ്പം ഒരു കോമ്പറ്റീഷൻ ബി എന്ന് മാത്രം പറയാം, ബാക്കി എല്ലാം പറയാം കോൺവെർസേഷൻ. എന്നാൽ ഒരാൾ നിന്ന് ചോദിക്കും, രണ്ടുപേരും നിന്ന് ആദ്യം ഐയോ ബിയോ പറയുന്നത് ഡൗട്ടാണ്, ഒരു കളിയാണ്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് ചെയ്യും. ഞാൻ കഴിയുന്നത് ഐ പറയാതെ ബി പറയാതെ തോന്നി. എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പൊ അന്നേരം കഴിയുന്നതും ഐ സ്റ്റേറ്റ്മെന്റുകൾ നടത്താതിരിക്കുക, ഐ ബി എന്നുള്ളത് കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ക്രിയേറ്റിംഗ് ആൻ ആങ്കർ മാനേജ്മെന്റ് പ്ലാൻ. മൈ ട്രിഗർ, നമുക്ക് എവിടെയൊക്കെയാണ് ആങ്കർ ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ കണ്ടുപിടിക്കുക. മൈ ഏർലി വാർണിംഗ് സയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാൻ, തൽക്കാലാവത്തിൽ നിന്ന് മാറിയിരിക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാം ദേഷ്യം വരാൻ പോവാണെന്ന്. അതുകൊണ്ടാണ് ഈ ആന വലിയൊരു മൃഗമാണ്, പക്ഷേ അതിനെ കൊണ്ട് നടക്കുന്ന ഒരു തോട്ടിയുടെ നിലത്തിലൊരു പാപ്പാനാണ്. ആനയ്ക്കൊന്നും ഇത് പറഞ്ഞാൽ പോലെ ആനയ്ക്ക് തിരിഞ്ഞു വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ആനയ്ക്ക് ഈ പഴവിക്ക് ഇത്ര കുറിയ പഴവി അല്ലായിരുന്നെങ്കിൽ ഒരു പാപ്പന്മാരും പിടിച്ചാൽ നിൽക്കത്തില്ല. അത്രയ്ക്ക് ശക്തിയുള്ള ആന ഒരു തോട്ടിയിലാണ് നിൽക്കുന്നത്. ഒന്നീ പേടിച്ചിട്ടാണോ അല്ല സ്നേഹം കൊണ്ട്, രണ്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൈ കൂൾ ഡൗൺ ടെക്നിക്ക്, നമ്മൾ പറഞ്ഞ പല ടെക്നിക്കുകളുണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയുള്ള മാനേജ്മെന്റുകൾ ചെയ്യുക. പിന്നെ ലോങ് ടൈം സ്ട്രാറ്റജീസ് എന്താ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ രണ്ടുപേരും തമ്മിൽ സ്ഥിരമുണ്ടെങ്കിൽ തൽക്കാലത്തേനൊന്നും അവിടെ നിന്ന് മാറി താമസിക്കുകയോ അല്ലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയോ അല്ലെ തൽക്കാലത്തേനും മിണ്ടാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ തന്നെ അത് മാറും. ടൈമിൽ ചേഞ്ച് ഓൾ ദീസ് സർക്കംസ്റ്റാൻസ്. മൈ ഐ സ്റ്റേറ്റ്മെന്റ് പ്രാക്ടീസ്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. മൈ സപ്പോർട്ട് സിസ്റ്റം, അതിന് വേറെ ആരുടെയും സപ്പോർട്ട് വേണേൽ അതിൽ ചില ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരുണ്ട്, അവരുടെ അടുത്ത് പോയി ആ ട്രെയിനിങ് ഒക്കെ എടുത്താൽ ഒരുപാട് വ്യത്യാസം വരും. ഇനി ആങ്കറിന്റെ ഹോമിയോപ്പതിക് മെഡിസിൻ, ഇതാണ് പ്രധാനപ്പെട്ട ഭാഗമെന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ വേഗം പോയത്. അതായത് നമുക്ക് തോന്നാം ഹോമിയോപ്പതി കൊണ്ട് ഒരാളുടെ ദേഷ്യത്തെ കുറയ്ക്കാവും, പലർക്കും തോന്നാവുന്ന. തീർച്ചയായിട്ടും പറ്റും. ഒരുപാട് നമ്മുടെ ഫിസിക്കൽ മെന്റൽ എമോഷണൽ ലെവലിൽ ചേഞ്ച് വരുത്താൻ ചികിത്സാശാസ്ത്രത്തിന് ഒരു ശാസ്ത്രത്തിന് മാത്രമേ കഴിയുള്ളൂ, അത് ഹോമിയോപ്പതി. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മൾ ആങ്കർ മാനേജ്മെന്റ് മാത്രമല്ല ഹോമിയോപ്പതി മെഡിസിൻ കൂടെ കൊണ്ടുപോകാൻ ഡബിൾ വേഗത്തിൽ കുറയും. തന്നെയും കുറയ്ക്കാം, അല്ല സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും ഒക്കെ അങ്ങ് കുറച്ചുകൂടെ വേഗം കുറയ്ക്കാൻ ചില ടെക്നിക്കുകളൊക്കെ കൂടെ ഞാൻ പറഞ്ഞത് ഉപയോഗിച്ചാൽ എപ്പോഴും ദേഷ്യമായിരിക്കും. ഇതിൻ്റെ ഏത് മെഡിസിൻ, ഞാനത് ഡീറ്റെയിൽസ് എടുക്കാം. പ്രധാനപ്പെട്ട മെഡിസിനെ ഒന്നും ചെയ്തിട്ട് ഡീറ്റെയിൽസ് പോകാം, അല്ലെങ്കിൽ സമയം തികഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾവേസ് എപ്പോഴും ദേഷ്യം വന്നുകൊണ്ടിരിക്കും, ചെറിയ കാര്യത്തിന് പോകണം. ഒരു കാരണവും ഇല്ലെങ്കിലും അയാൾക്ക് ദേഷ്യം. അത് ചെയ്തില്ല ഇത് ചെയ്തില്ല, വീട്ടിൽ ചെന്ന് നിന്നോട് പറഞ്ഞിട്ട് എന്നാ പറഞ്ഞിട്ട് കേട്ടിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ പറഞ്ഞാലെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഈസിലി ആങ്കർ. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനും മടിക്കില്ലാത്ത അത് ഞാൻ പിന്നീട് എടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെട്ടം കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. ഉറങ്ങാനൊക്കെ കിടന്ന ആരെങ്കിലും ലൈറ്റ് എടുത്താൽ ഉടനെ ആൾക്ക് ദേഷ്യം വരും, കോർച്ചിക്കാൻ വരും. പിന്നെ സമാധാനിപ്പിച്ചാൽ അഗ്രവേഷൻ ഉണ്ടാകും. ഇഗ്നേഷ്യായിക്ക് നേട്ടം മോഡൽ, നമ്മളത് പഠിച്ചിട്ടുള്ള ഇഗ്നേഷ്യായി നേട്ടം മോഡൽ കൺസെൻട്രേഷൻ അഗ്രവേറ്റ്സ് എന്ന് പറയും. പിന്നെ വേറൊന്ന് സെപ്പിയാണ്, സൈനീഷ്യ. ഇത് 5 മെഡിസിനാണ് ഈ കൺസെൻട്രേഷൻ അഗ്രവേഷൻ വരുന്ന പ്രധാനപ്പെട്ട മരുന്ന്. ഇതിന് ഒത്തിരി ഉണ്ട്. ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ ഈ റെപ്പാർട്ടി എല്ലാം റെഫർ ചെയ്തു. ഏകദേശം 350 ചില്ലാനും മെഡിസിനുണ്ട് ആങ്കറിന് മാത്രം. കംപ്ലീറ്റ് റെപ്പാർട്ടിക്കകത്ത് നോക്കിയപ്പം അങ്ങനെയാണ് കണ്ടത്. കംപ്ലീറ്റ് റെപ്പാർട്ടി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടത് അത്രയും മെഡിസിൻസ് ഉണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ടത് ഒരു 25 തൊട്ട് 35 മെഡിസിൻ വരെയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇത് ട്രോസറാണ്, ട്രോസറായിക്കാണ് വരുന്നത്. ഫിറ്റ്സ് ഓഫ് വയലന്റ്
വയലന്റ് ഈ ആങ്കർ വരുമ്പോൾ വയലൻസിലോട്ട് പിറ്റ് പോലെ വരികയാണെങ്കിൽ മോസ്കസ് സ്ട്രൊഫാന്തസ് ഉണ്ട് ആൻഡ് ട്യൂബർക്കുലം 3 മെഡിസിൻ ഉണ്ട്. ബീറ്റ്സ് എനിത്തിങ് ഇൻ ദി വേ, മുമ്പിൽ കാണുന്ന എന്തിനെ അടിച്ച് തകർത്ത് നാടൊക്കെ കെട്ടിയ 2 പൊട്ടിയിലും വെച്ച് കൊടുക്കും. ചുമ്മാ ഒരു കാരണമില്ലെങ്കിലും വേണമെങ്കിൽ 2 പൊട്ടിയിലൊക്കെ കൊടുക്കും. അത് സ്ട്രൊഫാന്തസ് ഉണ്ട്, അതിൻ്റെ വേറൊരു മെഡിസിനാണ്. പിന്നെ മെൻസസ് ബിഫോർ, ഭയങ്കര, ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ കേസുകൾ പറയാം. ഒരു സ്ത്രീ 38 വയസ്സുണ്ട്, അവര് എറണാകുളത്തെ ഈ എക്സൈസ് ഓഫീസിൽ നിന്ന് അവർക്ക് പ്രൊമോഷനായി ബോംബെ വന്ന് താമസിച്ചപ്പം അവർക്ക് ബിഫോർ മെൻസ്ട്രേഷൻ ഭയങ്കര ആഗ്രഹം, ഓഫീസിലും വീട്ടിൽ. ആ സമയത്ത് ആരും അവരോട് മിണ്ടാൻ പറ്റില്ല. മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. എല്ലാവർക്കും അറിയാം അവിടെ മെൻസ്ട്രൽ പീരീഡ് അടുത്തു, ഇവരോട് ഇനി സംസാരിച്ചിട്ട് രക്ഷയില്ലെന്നറിയാം. ചിലരൊക്കെ അവധി പോലും എടുത്ത് പൊക്കളയും. ഹസ്ബൻഡാണെങ്കിൽ 2-3 ദിവസത്തേന് വീട്ടിൽ നിന്ന് മാറി നിന്നു, അത്രയ്ക്ക് അരിച്ചതാണ്. അപ്പം അത് ചമമില കൊടുത്തു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മാറി. അത് പിന്നെ തിരിച്ച് ട്രാൻസ്ഫറായി പോയി. ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറയുന്നത് പല ആംഗിൾസ്. അത് പിള്ളേരുടെ ചമമില വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ഫോർ ആങ്കർ. ചമമില പോലെ തന്നെയാണ് സീനയും പിള്ളേരുടെ. സീന ആണെങ്കിൽ നമ്മൾ എടുത്താലും കേൾക്കുകയില്ല, പറഞ്ഞാലും കേൾക്കുകയില്ല. ചമമില അച്ഛനോ അമ്മയോ എടുത്ത് തോളത്ത് കിടത്തി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാൽ സമാധാനിപ്പിച്ചാൽ സമാധാനിക്കും. മറ്റേ സീന ഒരു കാലത്തും സമാധാനിക്കുകയില്ല. എത്ര എടുത്താലും സമാധാനിപ്പിച്ചാലും അതിന് സമാധാനം കിട്ടിയാൽ അത് തമ്മിലുള്ള രണ്ടിനും ഇറിറ്റബിലിറ്റിയാണ്. എല്ലാത്തിനും രണ്ടിനും വേണമെന്ന് തോന്നും. പല സാധനം കൊടുത്തു കഴിഞ്ഞാൽ റെഫ്യൂസ് ചെയ്യും. പക്ഷേ ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. ഇത് ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഏതായാലും അതൊക്കെയാണ്. കമമില ഒരു പ്രധാനപ്പെട്ട മരുന്നാണ് ദേഷ്യത്തിനുള്ള. പിന്നെ വരുന്നുണ്ടല്ലോ. മണം, ഭയങ്കര മണം എന്തെങ്കിലും കൊണ്ട് കിച്ചണിൽ കുക്ക് ചെയ്യുന്ന മണമാണെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നത്. കോൾച്ചിക്കോ വേദന കൊണ്ടാണെങ്കിൽ ആൻറ്റിയൻ ടാട്ട കൂടുതൽ വന്നാൽ, ദേഷ്യം വന്നാൽ ആൻറ്റിയൻ ടാട്ട. സെൽഫ് അബൌട്ട്, അവനെക്കുറിച്ച് തന്നെ ഉള്ള ദേഷ്യമാണെങ്കിൽ അവനോട് തന്നെ ദേഷ്യം വരും, നമ്മളോട് തന്നെ. ഇപ്പം ഞാൻ ഈ മണ്ടത്തരമൊക്കെ കാണിച്ചത് ഞാൻ എന്തൊരു കൂളാണ് എന്നൊക്കെയുള്ള തോന്നൽ വരികയാണെങ്കിൽ എല്ലാ സമയത്തും സിമ്പതി, ആരെങ്കിലും വന്ന് നമ്മളെ സമാധാനിപ്പിച്ചാൽ, എല്ലാ മെഡിസിനും എല്ലാ പുസ്തകത്തിലും ഒരുപോലെയല്ല എഴുതിയിരിക്കുന്നത്. ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പലതും റെഫർ ചെയ്തിട്ടുണ്ടാക്കിയാണ്. അതിന് സബാർഡിനേറ്റാണ് മെഡിസിൻ. നമ്മൾ തൊട്ടാലോ മുട്ടിയാലോ ഒക്കെ പിടിക്കാത്തതാണ്. ആൻറ്റിയംക്രൂഡം, അത് പിള്ളേർക്ക് പ്രത്യേകിച്ച് ആൻറ്റിയംക്രൂഡം പിള്ളേരെ നോക്കാനോ തൊടാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. സാനിക്കുല, ടരൻറ്റുല അത്രയാണ്. പിന്നെ ട്രിബിൾസിൽ അഗ്രവേറ്റ്, അത് ട്രോസറാണ്. ആങ്കർ ട്രിബിൾസിൽ ട്രോസറ, കാലിമൂർ, ഓസ്റസ്, സാനിക്കുല, സെപ്പിയ, ട്യൂബർക്കുലം. നമ്മളെ അണ്ടർസ്റ്റുഡ് വെൻ നോട്ട്, നമ്മളെ മനസ്സിലാക്കാൻ വേറൊരാൾക്ക് പറ്റിയില്ലെങ്കിൽ ലാസോറസ് എന്ന് പറയുന്ന മെഡിസിനാണ്. ബേക്കിംഗ് ഓൺ ലൈക്കോപ്പൊടി, അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ദേഷ്യം, എഴുന്നേറ്റ ഉടനെ ഭയങ്കര ക്ഷീണവും ഭയങ്കര മൂഡ് ഓഫും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിരിക്കും മടിയാണ്. പക്ഷേ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉള്ളൂ. ഒരിക്കൽ സ്റ്റേജിൽ കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഴങ്ങും, പിടിപ്പിക്കും, അത് ഒരു കുഴപ്പമില്ല. അതുപോലെ ഏർലി മോർണിംഗ് 4 to 6 ആങ്കർ കൂടുതൽ വരുന്ന വേറൊരു മെഡിസിനാണ് കാലിക്കാർഡ്. അതുപോലെ ഫോസ്ഫറസ്, സാനിക്കുല, ട്യൂബർക്കുലം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഇപ്പം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിലോട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല, അത് ഞാൻ പറയാം. മനസ്സിലാകുന്നുണ്ടല്ലോ? എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാറേ. ആങ്കറിന്
ഉള്ള മെഡിസിൻസ് പ്രധാനപ്പെട്ടതൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല 350 മെഡിസിൻ ഉണ്ട്. അതിൽ 35 മെഡിസിൻ്റെ കാര്യങ്ങളെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ആൻറ്റിംക്രൂഡം ഒരു മെഡിസിനാണ്. തൊട്ടാൽ നോക്കിയാൽ ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, ദേഷ്യം. നമ്മൾ ചുമ്മാ വഴിയെ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് നോക്കിയാൽ ചിലപ്പം അടിവരെ കിട്ടുന്ന പാർട്ടികൾ വരുന്ന പാർട്ടികൾ ചുമ്മാ ഒന്ന് അറിയാതെ ഒന്ന് നോക്കിപ്പോയാൽ അത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, ഞാൻ ഒരിക്കൽ കോട്ടയത്തൂടെ പട്ടേറ്റ് സാറിൻ്റെ അവിടെ മെഡിസിൻ പോയി. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കുറുക്ക് വഴിയുണ്ട് കോട്ടയത്ത് ബസ് സ്റ്റാൻഡിന്. അതിൻ്റെ കൂടെ പോയപ്പം ഞാൻ ആ വഴിയോടെ പോയപ്പോൾ ഒരു കൊച്ച ഞാൻ ചുമ്മാ ഒന്ന് ചിരിച്ചു. ഈ ചിരിച്ചു കഴിഞ്ഞപ്പം അത് ചോദിക്കുക എന്നാ കണ്ടോണ്ടാണ് അത് കൊച്ചു കുഞ്ഞാണെന്ന് വിചാരിച്ചു. ഒരു 5-6 വയസ്സുണ്ട്. നീ എന്നാ നോക്കിക്കൊണ്ട് എന്നാ കണ്ടോണ്ടാ ചിരിക്കുന്നു. ദേഷ്യപ്പെട്ടു. പിന്നെ മേലാ ഞാൻ ആരും ഒറ്റ നോട്ടത്തിന് കണ്ടാൽ ചിരിക്കുക, ഇങ്ങോട്ട് ചിരിച്ചാൽ അങ്ങോട്ട് ചിരിക്കൂ. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ആൻറ്റിയങ്കുറോടും തൊട്ടാലോ നോക്കിയാലോ ഒക്കെ അവർക്ക് ദേഷ്യമാണ്. പിന്നെ ആർമിക്ക പേടി കൊണ്ട് ദേഷ്യം വന്നാണെങ്കിൽ ചിലപ്പം പേടി കൊണ്ട് ദേഷ്യം വരും. അങ്ങനെ വന്നാണെങ്കിൽ ചിലപ്പം വീണത് കൊണ്ടോ ഇതുകൊണ്ടോ എന്നെ എവിടെ വീണത്, എൻ്റെ വീണത് കണ്ടുകൊണ്ട് ചിരിച്ചോട് നിന്ന് കഴിഞ്ഞാലും അവർക്കൊരു അസ്വസ്ഥത വരും. അതിന് ആർമിക്കായാൽ മതി. ആഴ്സനിക്കാരൻ ലൈറ്റ് കൊണ്ടോ ഒച്ച കൊണ്ടോ ഇങ്ങനെയുള്ളവർക്ക് കിടന്നുറങ്ങുമ്പോൾ ലൈറ്റും പറ്റിയതൊന്നും അവർക്ക് ദേഷ്യം വരും. ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടോ എന്ന് അവരിങ്ങനെ ഒച്ചത്തിൽ ചോദിക്കും. പിള്ളേരാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത മെഡിസിൻ ഓറൽ ട്രിപ്പിളിനും സ്പീഡ് കൂടുതലുണ്ടെ പറഞ്ഞോണേ, കാരണം സമയം 10-15 മിനിറ്റേ ഉള്ളൂ. പിന്നെ 4-5 മിനിറ്റ് ഇത് വേണ്ടേ, ഡിസ്കഷൻ വേണ്ടേ. വിറയ്ക്കും, ട്രിംപിളിങ് കാണും. മോഡേൺ ട്രിപ്പിളിനുണ്ട്, നൈട്രിക് ആസിഡുണ്ട്. ഇപ്പം പിള്ളേരൊക്കെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്കൊട്ടൊക്കെ നല്ല അടി വെച്ചു. ആരും കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരീരം ഇങ്ങനെ കിടുകിടാന്ന് പൂക്കുല പോലെ ഇങ്ങനെ വിറയ്ക്കും. ഈ ദേഷ്യം തീർന്നില്ല. അന്നേരം അയാളുടെ ഫീലിങ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ശാന്തതയാകും. അടുത്ത കാർക്കേറിയ ആഴ്സ്, ആൻസിറ്റിയോട് കൂടിയുള്ള ഇതിനാണെങ്കിൽ കാർക്കേറിയ ആഴ്സാണ്. കാർക്കേറിയ കാർബൺ, ആൻസൈറ്റി വിത്ത് ആങ്കർ. കാർക്കേറിയ കാർബൺ, ആങ്കർ ആഫ്റ്റർ പൊസിഷൻ. സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം, വേണ്ടായിരുന്നൊന്നും തോന്നിപ്പോ, ദേഷ്യവും കൂടുതൽ. പിന്നെ അവിടുന്ന് സ്ഥലം വിട്ട് കളയും. ഫിറോസസ് സെർപ്പ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, ഭയങ്കര തെറിയൊക്കെ ഒഴിച്ച് കണ്ടമാനം തെറിയും ചന്ദനവും എല്ലാം വിളിക്കുന്ന ഒരു പ്രത്യേക മരുന്ന്. DEREUSSERP എവിടെ കിട്ടുമെന്ന് എന്നോട് ചോദിച്ചേക്കരുത്, എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഡിസിനാണ്. അത് അന്ന് സെൻറ്റ് ജോർജിൽ കിട്ടുമായിരുന്നു, ഇപ്പം എവിടെ കിട്ടുമെന്ന് എനിക്കറിയാൻ. പിന്നെ ചമ്മുമില്ല, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ വളരെ അതിന് വേറെ ഒന്നുകൂടെ ഉണ്ട്. ചമ്മുമില്ലായ്ക്ക് ഈ ഇത് കൂടുതൽ ആങ്കർ സഹിക്കാൻ മേല വന്ന ഡയറിയ വരും. അതുപോലെ തന്നെ സെറ്റിങ് കണ്ടമാനമായി, ഭയങ്കരമായിട്ട് സെറ്റ്. നെക്സ്റ്റ് മെഡിസിൻ കൊളോസിൻതിസ്, വയറ്റുവേദന വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വയറ്റുവേദന വരും. അതുപോലെ തന്നെ ഇൻഡൈജഷൻ, അങ്ങനെയുള്ള പല വയറ്റിൻ്റെ അസുഖങ്ങൾ പലതും വരും. അതെല്ലാം കൊളോസിൻ്റെ. അടുത്ത സമയം പതിയെ പറയുന്നത്, ഈ സ്പീഡ് മതിയാവോ? കുറച്ചുകൂടെ സ്പീഡ് ആക്കണ്ട സാറേ, ഇതുപോലെ മതി. പണയമ്മയ്ക്ക് ഇപ്പം എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അവരോട് പിന്നെ മിണ്ടത്തെ, അവരോടൊരു വിരക്തിയാകും. അത് പണയമ്മക്കിൻ്റെ ഒരു സിംറ്റം. പിന്നെ ക്രോക്കസ്തതയും, ചുമ്മാ ചിരിക്കുകയും കരയും ദേഷ്യപ്പെടുകയും എല്ലാം കൂടെ ചെയ്യുന്ന മിക്സഡ് ആയിട്ടുള്ള ഒരു ദേഷ്യമാണ് ക്രോക്കസ്തതയുമായി. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന
മെഡിസിനാണ് ഇഗ്നീഷ്യ. അൺവിയർ ഫോളോയിങ് ആങ്കർ, ഭയങ്കര തലവേദനയാണ്, മൈഗ്രെയിനൊക്കെ ആയിട്ട് വരും. എപ്പോഴാണെങ്കിലും തലവേദനയാണ്, ദേഷ്യം വന്നാൽ അത് ഇഗ്നീഷ്യ. നേട്രമോറിനും വരും, പോളോ പാട്ടുകെട്ടോ, ഇതേ സെയിം ഏകദേശം വരുന്ന ഒരു മെഡിസിനാണ് നേട്രമോർ. ലൈക്കോപ്പോഡി നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ശരിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരു മീറ്റിങ്ങിന് പോയി ഒരു സ്പീക്കറിന് വിളിച്ചു, പറ്റിയില്ലെങ്കിൽ അത് ഫെയിലിയർ ആയെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ദേഷ്യം, പിന്നെ എല്ലാത്തിനോടും ദേഷ്യം വരും. അത് ലൈക്കോപ്പോഡിയ. ലൈക്കോപ്പോഡിയത്തിന് 3 മാർക്സാണ് ഉള്ളത് കേട്ടോ. നല്ല ഒരു ഏറ്റവും പറ്റിയൊരു മെഡിസിനാണ് ലൈക്കോപ്പോഡിയം ദേഷ്യത്തിന്. മെർസോൾ, അത് മെർസോൾ ഒരു സൈക്കോട്ടിക് അല്ല സിബിലിറ്റിക് മെഡിസിൻ ആയതുകൊണ്ട് ഭയങ്കര വയലൻ്റ് ആയിരിക്കും. ചിലപ്പം അടിക്കുകയും തൊഴിക്കുകയും തെറി പറയുകയും മാത്രമല്ല ഉപദ്രവിക്കുകയും കൂടെ ചെയ്യും. സൂക്ഷിച്ചു വന്നാൽ ഇച്ചിരി മാറി നിന്നോണം അങ്ങനെയുള്ളവരുടെ അടുത്ത് സംസാരിക്കും. നേട്രമോർ പേടിയോടുകൂടിയുള്ള ആങ്കറാണ്. എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്, പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. നക്സോമിക്ക, ഒരിക്കലും നമ്മൾ അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. അവർക്ക് പിന്നെ അവരുമായിട്ട് പിന്നെ ഒരിക്കലും അവർ മിണ്ടിയൊന്നും ഇരിക്കുക. പിന്നെ അവർക്ക് വേദനയും ഈ ഒച്ച കേൾക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. പിന്നെ ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം, IBS ഒക്കെ പോലെയുള്ള അസുഖം ഉണ്ടാവും. ചിലപ്പം ലൂസ് മോഷനോ കോൺസ്റ്റിപ്പേഷനോ ഒക്കെ പല അബ്ഡോമിനൽ കംപ്ലൈൻറ്റും ഉണ്ടാകാം ആങ്കർ കൊണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നക്സോമിക്ക. പിന്നുള്ളത് ഫോസ്ഫറസ്, പ്രത്യേകിച്ച് പിള്ളേർക്ക് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും. കൂട്ടത്തിലുള്ള പിള്ളേരെ എല്ലാം ഉപദ്രവിക്കും, അൺവാണ്ടഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും, വെറി പറയുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. ടീച്ചേഴ്സിനെ വരെ ചിലപ്പം കയ്യേറ്റം ചെയ്തെന്നില്ല. ട്യൂഷനൊക്കെ എടുക്കുന്ന സാറൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ ഒരു ഗീർ വെച്ചു. പിന്നെ അടുത്തത് സ്റ്റാഫി സാക്രിയ, അത് ആദ്യം പറഞ്ഞത്. ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു കളയും, വയറ്റുവേദന കാണും, ഇൻഡൈജഷൻ ഉണ്ടാകും. അത് പലതരത്തിലുള്ള സിംറ്റംസ് ഇത് സപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല ഇതിനും ബാഡ് എഫക്റ്റിനും സ്റ്റാഫി സാക്രിയ നല്ല ഒരൗഷധമാണ്. സ്ട്രമോണിയം ഭയങ്കര ഫ്യൂരിയസ് ആയിട്ടുള്ള വിറയ്ക്കും സ്ട്രമോണിയത്തിന്. ടെറോണ്ടിഡ ഹിസ്പാനിയ, അമോണിയത്തിന് എങ്ങനെ സാർ പറഞ്ഞു? ആങ്കർ ഓൾമോസ്റ്റ് ഫ്യൂരിയസ്, ഭയങ്കര വയലന്റ് എന്തായിരിക്കും, പേടിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ഇത്. അവർക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് അവർക്ക് പേടിയുണ്ടെങ്കിലും നമ്മളെയും പേടിപ്പിച്ചു കളയുന്ന തരത്തിലുള്ള ആങ്കർ. ടെറോണ്ടിഡ ഹിസ്പാനിയ, അതും വയലന്റ് കൂടുതലുള്ളതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ടമാനം ഉപദ്രവിക്കുകയോ നിർത്തിയേടുകൾ പറയുകയോ ഒക്കെ ചെയ്യും. പിന്നെ വേറൊരു മെഡിസിനാണ് ട്യൂബർക്കുലോസിസ്, ഒരു ഇന്റർകറന്റ് മെഡിസിൻ കൂടെ. ഒരിക്കലും അവർക്ക് മുഖം എപ്പോഴും വീർപ്പിച്ചിരിക്കും, ഒരിക്കലും അവർക്ക് ഒരു എന്നാ പുഞ്ചിരിയോടെ സംസാരിക്കാൻ പറ്റില്ല, മുഖത്തൊരു എപ്പോഴും ഒരു ആംഗ്രി ഭാവങ്ങളായിട്ടുണ്ടായി. അതാണ് ട്യൂബർക്കുലോസിസ്. ഇനി 10-15 മെഡിസിനോടുണ്ട്, സമയമുണ്ടോ? നമുക്ക് ഇനി 9 മിനിറ്റേ ഉള്ളത്. 9 മിനിറ്റിന് എടുക്കണോ അതോ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് പോകണം? അതൊന്ന് തീർത്തിരുന്നില്ലേ സാർ? എന്നാ പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാം. ചെറുത് സ്പീഡ് കൂടുവേ. അപ്പം ഓറം കോഡിയേറ്റർ, ഓറം കോഡിയേറ്റർ, അതിനും ബറേനും
ഇതുമൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ബൊഹോർ ആണ്. നമ്മളെ മനസ്സിലാക്കാതെ വരികയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ എത്ര ശ്രമിച്ചിട്ട് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടുണ്ടാകുന്നത്. പിന്നെ കൊളോസിന്ത്, ഭയങ്കരമായിട്ടുള്ള ശരീരത്തിന് വേദന, തലവേദന, കണ്ണിന് വേദന, വയറ്റ് വേദന, ഇതെല്ലാം വരാം. ബോഡിക്ക് മൊത്തം വേദനകൾ വരാം. അതിൻ്റെ കൂട്ടത്തിൽ ഇൻഡൈജഷൻ, ദഹിക്കാതെയും പോകാം. കർക്കിറിയക്കാർ അത് പറഞ്ഞതാ. ഡ്യൂറിങ് കൊയിഷൻ ആർ ആഫ്റ്റർ കൊയിഷൻ, മെയിൻലി ആഫ്റ്റർ കൊയിഷൻ. പ്രഗ്നൻസിയിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദേഷ്യം. അവർക്ക് കൊടുക്കാവുന്ന മെഡിസിൻ, പ്രധാനപ്പെട്ട മെഡിസിൻ നസ്മോസ്കെറ്റ. പിന്നെ അവനെ തന്നെ ഒന്നിനും കൊള്ളുകയില്ലാന്നും അവനോട് തന്നെയുള്ള ഒരു വെറുപ്പും നൈരാശ്യമൊക്കെ കൂടെ കൂടിയുള്ള ദേഷ്യം വന്നാൽ ഓർമ്മറ്റ അവനോട് തന്നെ നശിക്കണം, അവനോനെ തന്നെ ഇല്ലാതാക്കണമെന്നുള്ളത് നക്സോമിക്കൊക്കെ പറഞ്ഞത്. അയോഡമാണെങ്കിൽ ആരെയും കൈ കിട്ടിയാൽ അടുത്തുണ്ടെങ്കിൽ അവൻ കൊന്നു കളഞ്ഞാൽ അത്രയ്ക്ക് ഭയങ്കര ക്ലീനിങ് അയോഡത്തിന്. കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഒരു സഹതാപോ സങ്കടമോ ഒന്നുമില്ല, അതിലൊരു സന്തോഷം കാണുന്ന അയോഡം. എപ്പാർസം അയാൾക്ക് എപ്പോഴും ശാന്തിയും സമാധാനം ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വളരെ വയലൻ്റ് ആകും. ഇടയ്ക്കിടയ്ക്ക് അയാൾ ആൾക്കാർ മാറി മാറി ഭയങ്കര ഇറിറ്റബിളായി എപ്പോഴും. പിന്നെ അടുത്ത മെഡിസിൻ കാരിയയുടെ. ഇപ്പം ഭയങ്കര ക്രൂരായിരിക്കും. പിള്ളേരെ വീട്ടുകാരെ മക്കളെ എല്ലാം ചുമ്മാ ഉപദ്രവിച്ചു. ആവശ്യമില്ല ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ. നമ്മളെ ചിലപ്പോൾ കാണുകയില്ലേ, കൊച്ചിനെ തീയിലിട്ടു, കിണറ്റിലിട്ടു, ഏറ്റവും തന്നിക്കൊന്നു, മക്കളെയും കാര്യമെല്ലാം അടിച്ചു ഓടിച്ചു. അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു മെഡിസിൻ കാലി അയഡൈഡ്. എല്ലാവരും തെറി കൂട്ടിയേ വിളിക്കുള്ളൂ. ചുമ്മാ ദേഷ്യമില്ലാതെ ദേഷ്യപ്പെട്ടിട്ട് എപ്പോഴും ദേഷ്യം. കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല, കണ്ടുപിടിച്ചിട്ടാണെന്ന് വിചാരിക്കും. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഉള്ള മെഡിസിനാണ് നേട്രം ആർട്സ്. എതിർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ മൂപ്പണയറിലായിരിക്കും സമാധാനം, സന്തോഷമായിരിക്കും. എപ്പോഴും രാത്രിയിലായിരിക്കും ഇത് കൂടുതൽ. കേട്ടില്ല സാറേ. നേട്രം ആർട്സ് അതായത് കോൺട്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എതിർക്കാൻ പറ്റിയത്. അയാൾ സ്ഥലം വെട്ടി ഇച്ചിരി അങ്ങോട്ട് മാറി കാട്ടോട്ടടുത്തോട്ട് മാറിയാൽ എന്നൊക്കെ കുറവ്. രാത്രിയിൽ വായിക്കും കൂടുതലും സഹിക്കാൻ പറ്റും ദേഷ്യം. റോക്കസ് ദൈവം അത് വയലൻസ് ഉള്ള ഒരു മെഡിസിനാണ് റോക്കസ് ദൈവം. ഇനി നമുക്കിവിടെ നിർത്താം, അല്ലെ ഇനിയും പലതും 1, 2, 4, 5 മെഡിസിനോടൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആർക്കും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം കിട്ടാതെ വരും. ഒരു 3-4 മിനിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ? 5 മിനിറ്റ് ഉണ്ട് സാറേ. അതോ ബാക്കി കൂടെ പറഞ്ഞാൽ കേട്ടാ മതിയോ? അതോ പറഞ്ഞാൽ അത് ഉപകാരമായിരിക്കും സാറേ. നമുക്ക് സംശയത്തെക്കാളിലും ഇത് ഗുണം കിട്ടുന്നതേ ബാക്കി വ്യക്തികളെ കിട്ടിയാലേ. അപ്പൊ അന്നേരം ക്രോക്കസ് ദൈവമായി. ക്രോക്കസ് ദൈവ ഓക്കുലസ് ഒരു മെഡിസിനാണ്. അത് അവർക്ക് എപ്പോഴും പീസ് ആണ് ആവശ്യം. അതിന് എന്തെങ്കിലും ഭംഗം വിട്ടാൽ ഭയങ്കര ദേഷ്യം. പിന്നെ എസ്കുലസ് ഒരു നല്ല മെഡിസിനാണ് ദേഷ്യത്തിനുള്ള. അത് പെട്ടെന്നായിരിക്കും ദേഷ്യം വരുന്നത്, പക്ഷെ പതിയെ പതിയെ തണുത്തങ്ങ് പോയിക്കോളും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെഡിസിൻ. പിന്നെ ഇനിയും ഉണ്ട്, അതിനൊക്കെ 2 മാർക്കും 1 മാർക്കും ഒക്കെ ഉള്ളൂ. റെപ്പാർട്ടിയിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. ഒരു 3-4 മിനിറ്റ് വേണ്ടേ, അല്ലെങ്കിൽ അതൊരു അതിൻ്റെ ആ പ്രൊസീജിയർ ശരിയാക്കിയില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുക. ഉണ്ട് നമ്മുടെ പതിവ് പോലെ ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ചോദിക്കാം.
സാറേ നമസ്കാരം. നന്ദി എന്നറിയാമോ ഡോക്ടറെ? എന്റെ ക്വസ്റ്റ്യനെ ഈ ഇടയ്ക്ക് സാറ് പറഞ്ഞല്ല, കണ്ണിനും ബോഡി മൊത്തവും വേദന, ദേഷ്യം കൊണ്ട്. അതിന്റെ മരുന്ന് ഏതായിരുന്നു സാറേ? ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാനൊന്ന് പറഞ്ഞു കഴിയുമ്പോ അന്നേരം മറന്നു വന്നു. ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. കോളോസിൽ തന്നു. ഞാൻ പറഞ്ഞു. ഇപ്പൊ അവസാനം പറഞ്ഞല്ലേ? ഈ ശകലം നേരത്തെ പറഞ്ഞു. കോളോസിന്തിനാ സാർ പറഞ്ഞത്? ശരീരം മുഴുവന് വയറുവേനയല്ല, ഇൻഡൈജഷനും. കണ്ണിനും ബോഡി മൊത്തവും. ബുഫറാൻ മനസ്സിലാക്കാൻ പറ്റാതെ ദേഷ്യം, മറ്റുള്ളവർ മനസ്സിലാക്കിയില്ലെന്നും പറഞ്ഞ് ദേഷ്യം. അത് കഴിഞ്ഞാണ് ഇത് പറഞ്ഞത്. കേട്ടോ, കൊളോസിന്താണ്. ആ വയറ്റിനസുഖം, തലവേദന, കണ്ണിന് വേദന, ബോഡി വേദന, അങ്ങനെ എല്ലാം വേദനയായിരിക്കും. കൊളോസിന്താണ്. താങ്ക് യു സാർ. ഈ ജയലളിത ഡോക്ടർ, ആ ജയലളിത ഡോക്ടർ ചോദിച്ചു. ഹലോ സാർ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. താങ്ക് യു. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അവന് ഭയങ്കര ദേഷ്യം. അവൻ മൊബൈലിൽ ഇങ്ങനെ കളിക്കും. കളിച്ച് ഓപ്പോസിറ്റായിട്ടുള്ള പാർട്ടി ഗെയിമിൽ തോറ്റാലോ അല്ലെങ്കിൽ ജയിച്ചാലോ ഇവൻ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ നോക്കി വന്നപ്പോ എനിക്ക് റെപ്പർട്ടറിയിൽ അനാക്കാഡിയാണ് കിട്ടിയേക്കണത്. അത് അവന് ദേഷ്യം വരാനുള്ള കാരണം അവന്റെ അച്ഛൻ റീസെന്റ് ആയിട്ട് സൂയിസൈഡ് ചെയ്തു. അമ്മയാണെങ്കിൽ UK-യിലാണ്. ഈ കുട്ടിയുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഇവൻ ട്യൂഷൻ പഠിക്കാൻ ഒരു ദിവസം രാവിലെ തന്നെ ബുക്ക് എടുക്കാൻ മുറി ചെന്നപ്പോ അച്ഛൻ ഇങ്ങനെ തൂങ്ങി നിൽക്കണതാണ് കണ്ടത്. അവൻ അച്ഛനെ പിടിച്ച് തട്ടി ഉണർത്താനൊക്കെ നോക്കിയിട്ടൊന്നും അപ്പോഴത്തേനും അച്ഛന്റെ വായിൽ ഇത്തിരി വെള്ളം പോയി. അത് അവൻ കണ്ടു, വല്ലാണ്ടായി. അതിനുശേഷം അധികം സംസാരിച്ചിട്ടുമില്ല. അങ്ങനെ ആ മരണമൊക്കെ കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ പിന്നെയാണ് അമ്മ UK-ന്ന് വന്നിട്ടും ഉണ്ടായില്ല. അപ്പൊ അച്ഛനും അമ്മയും വെവ്വേറെ സ്ഥലത്താണ്. ഈ അച്ഛന്റെ കൂടെയാണ് കുട്ടിയുള്ളത്. അപ്പൊ അവൻ ആ സ്നേഹവും കിട്ടിയിട്ടില്ല. അച്ഛനാണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് അവന്റെ കാരണങ്ങൾ. അവന്റെ ആ മാനസികമായിട്ട് വല്ലാണ്ടായി ആ കുട്ടി. അപ്പൊ ഇവൻ ഈ കളിച്ച് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു. തെറി തന്നെ പറയുന്നാണ് പറയണത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് എനിക്ക് അനാക്കോഡിയാണ് കിട്ടിയത്. അനാക്കോഡിയം ഭയങ്കരമായിട്ട് ചീത്ത കൊടുത്തിട്ടില്ല സാറേ. അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ എന്റെ 1-2 ഇത് പറയാം. സമയം പോകണോ, ഇനി 5-10 മിനിറ്റ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് പറയാം. ശരിക്കും കേസെടുത്ത് സ്റ്റഡി ഇത് മാത്രമല്ല വേണ്ടിയത്. ആങ്കർ എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കാരണം ഡിപ്രഷനല്ലേ. ഡ്യൂ ടു ദി ഡിപ്രഷൻ, ആങ്കർ ഡ്യൂ ടു ഡിപ്രഷൻ എടുക്കണം. എന്നിട്ട് അത് തപ്പിയിട്ട് അതിന്റെ ബാക്കി സിംറ്റംസ് കൂടെ വെച്ചിട്ട് അതിന്റെ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഹോട്ടാണോ കോൾഡാണോ മെന്റൽ സിംറ്റംസ് എല്ലാം കൂടെ റെപ്പർട്ടൈസ് ചെയ്തിട്ട് അനാക്കാർഡിയ കിട്ടിയെങ്കിൽ അത് കൊടുക്കണം. ഞാനൊരു കേസ് പെട്ടെന്ന് പറയാം. പിന്നെ ഇനി അതുകൊണ്ട് കുറവ് കിട്ടിയില്ലെങ്കിൽ, അനാക്കാർഡിയം കൊണ്ട് കുറവ് കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. എന്റെ നമ്പർ അറിയാവുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ പേഴ്സണലായിട്ട് വിളിക്കാം. വിളിക്കാം. ഈ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഉണ്ട്. എന്നാലും എന്റെ 1-2 എക്സ്പീരിയൻസ് പറയാം. അടുത്ത കാലത്ത് ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ പോയല്ല. ആദ്യത്തെ ആഴ്ച പോയി, 2ാമത്തെ ആഴ്ച അതിന് പനി വന്നു. പനി വന്നപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വന്നപ്പോൾ അത് പോയില്ല. ഒരാഴ്ച പോകാതായിരുന്നു. പിന്നെ പോകാൻ മടി. അന്നേരം എന്നാണെന്ന് വെച്ചാൽ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടിയെ വരുന്നത് ഇതിനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അത് ജമ്പം ചെയ്താൽ പോകാൻ സമയമാകുമ്പം അത് ഓടി ടെറസിൻ്റെ മുകളിൽ കയറുക, അല്ലെങ്കിൽ അടുത്ത് കാടുണ്ട്, കാട്ടിലോട്ട് പോവുക. മഴയാണ്, മഴയത്ത് പോയി ഇറങ്ങി നിൽക്കുക. അമ്മയും അച്ഛനും വെളിയിലാണ് ജോലി. അപ്പം വല്യച്ഛൻ്റെയും വല്യമ്മയുടെ കൂട്ടത്തിലാണ്. ഏതായാലും ആ സ്കൂളിൽ നിന്ന് മാറ്റി. ചിലപ്പോൾ ഈ സ്കൂൾ മാറ്റിയാൽ അവിടുത്തെ ചില ടീച്ചർമാർ വീട്ടിൽ അങ്ങാടി തോറ്റന് അമ്മയോടൊന്ന് പറഞ്ഞ മാതിരി വീട്ടിൽ ചില പ്രശ്നമുണ്ടെങ്കിൽ അത് വന്ന് ഈ കുട്ടികളുടെ അടുത്താണ് തീർക്കുന്നത്. കുട്ടിക്ക് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് പട്ടിക്കിട്ടടിക്കും. പട്ടി എന്നിട്ട് പൂച്ചക്കടിച്ചു കൊല്ലും. ഇങ്ങനെയൊക്കെയാണ് ഈ ആങ്കറിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ തീർക്കുന്നത്. അപ്പം അന്നേരം ഈ കുട്ടിക്ക് ആദ്യം ഞാൻ ഹോം സിക്നസ് വെച്ചിട്ട് കാപ്സിക്കം കൊടുത്തു. ചെറിയൊരു കുറവേ വന്നുള്ളൂ, മാറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിയർ എന്നുള്ളത് വെച്ചിട്ട് അക്കണൈറ്റ് കൊടുത്തപ്പം കംപ്ലീറ്റ് മാറി. 3ാം ദിവസം സ്കൂളും മാറി. ആ ഹെഡ് മിസ്ട്രസിനെ എനിക്കറിയാവുന്ന ഹെഡ് മിസ്ട്രസാണ്. ഇപ്പം കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാണ്. വേറൊരു കേസ്, തിരുവനന്തപുരത്തുള്ള ഒരു വല്യമ്മ
തിരുവനന്തപുരത്ത് ഒരു പേര് കേട്ട ഡോക്ടറാണ്. അമ്മ ഡൈവേഴ്സാ, അച്ഛനും ഡൈവേഴ്സാ. അച്ഛൻ ഒരു വക്കീലാണ്. ഈ പയ്യൻ കൊറോണയുടെ കാലത്ത് തുടങ്ങിയതാണ്. സ്കൂളിൽ പോയാല മുറിക്കകത്തിരുന്ന് ഇത് കളി തന്നെയാണ്. ഈ മൊബൈൽ അഡിക്ഷനാണ്. മുടി വെട്ടിയാല ഇപ്പോൾ ഏതാണ്ട് 17 വയസ്സുണ്ട്. ഏതായാലും പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, ഏതായാലും ഒരു കൗൺസിലിങ്ങിന് ഒരാളെ തിരുവനന്തപുരത്ത് അഡ്ജസ്റ്റ് ചെയ്തു, ഈ സഞ്ജീവനി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ പോയില്ല. പിന്നെ ഏതായാലും ഞാൻ കഴിഞ്ഞ വർഷം ഈ സമയത്ത് തിരുവനന്തപുരത്ത് മെയ്യിൽ ചെന്നപ്പോൾ എന്നെ കാണാൻ വന്നു. ഏതായാലും എൻ്റെ ചില അമ്മയോട് പറഞ്ഞ് അമ്മയെക്കൊണ്ട് വല്യമ്മയെക്കൊണ്ട്, അമ്മ അടുക്കുകയല്ല, വല്യമ്മയെക്കൊണ്ട് കൗൺസിലിംഗ് ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചില മെഡിസിൻസ് ഒക്കെ കൊടുത്തു. എൻ്റെ കൂട്ടത്തിൽ ഞാൻ റെസ്ക്യൂ റെമഡിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും അമ്മമ്മ വിളിച്ചാലും വരികയില്ല. അമ്മമ്മ പറഞ്ഞ അമ്മമ്മയുടെ കാര്യത്തിനല്ല, മോൻ്റെ കാര്യത്തിനല്ല, അമ്മമ്മയുടെ കാര്യത്തിന് വെളിയിലോട്ട് വിളിച്ചുകൊണ്ടും പോയിട്ട് മോൻ ഇഷ്ടമുള്ള ഹോട്ടലിൽ കയറി ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാം. അങ്ങനെ ഇപ്പം അവൻ പറഞ്ഞ അമ്മൂമ്മ പറഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. ഇപ്പം അവൻ്റെ എല്ലാ പ്രശ്നവും മാറി. മുടി വെട്ടും, മറ്റേ മുടി വെട്ടുകയില്ല, ഭക്ഷണം ദിവസം ഒരിക്കലേ കഴിക്കുകയില്ല, കുടിക്കുകയില്ല, എല്ലാം മാറി. ഇതൊക്കെ എടാപിടിയിൽ നിന്ന് മാറുന്ന കേസുകളല്ല. പതിയെ വീട്ടുകാർക്കും അതുപോലെ സ്കൂളിലെ ടീച്ചർമാർക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും അതിനൊരു ഉത്തരവാദിത്വം സമൂഹത്തിനോടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. എൻ്റെ 2 എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് അങ്ങനെയുള്ള കേസുകൾ കിട്ടാറുണ്ട്. ചിലർ കണ്ടിന്യൂ ചെയ്യും, ചിലർ ഇതൊന്നും പറഞ്ഞാൽ കേൾക്കുക. പയ്യനെ വിളിച്ചിട്ടൊന്നും വരുന്നില്ല, ഇപ്പം ഞങ്ങൾ എന്നാ എടുക്കാനാ എന്ന് വിചാരിക്കും. നമ്മൾക്കാണോ പോകുന്നത് ആവശ്യം അവർക്കാണോ? അവരുടെ ആവശ്യം അവരുടെ കുട്ടിയെ ശരിയാക്കി എടുക്കേണ്ടി. അവർ കോപ്പറേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കേസുകൾ നമ്മുടെ ഹോമിയോപ്പതി കൊണ്ടുവരും. വേറൊരു പയ്യൻ അച്ഛനെ അടിക്കുകയും തെറി പറയുകയും മുഖത്തോട്ട് തുപ്പുകയൊക്കെ ചെയ്യാൻ ടാലന്റഡ് അക്യുപൻസിസും ഉണ്ടാവാറുണ്ട്. ഒരു കൗൺസിലർ, എൻ്റെ ഒരു ഫ്രണ്ട് കൗൺസിലർ വിളിച്ച എന്നാ ചെയ്തിട്ടും കുറേയില്ല. ടാലന്റഡ് അക്യുപൻസിസ് കൊടുത്തപ്പോൾ പറഞ്ഞു. സോറി, ടാലന്റഡ് അക്യുപൻസിസ് അല്ല, ടാലന്റഡ് ഹിസ്പാനിയ കേട്ടോ, സോറി മറന്നുപോയത്. ടാലന്റഡ് ഹിസ്പാനിയ. അത് ശരിയായി, കംപ്ലീറ്റ് ശരിയായി. അങ്ങനെ മാജിക്കലായിട്ട് നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ടും അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി സൈക്കോ തെറാപ്പിയോ ഇച്ചിരി കൗൺസിലിങ്ങോ ഒക്കെ പഠിച്ചാൽ, പല തെറാപ്പികളുണ്ട്, അതൊക്കെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള കേസുകൾ വേറൊരിടത്തും കുറയാത്തത് നമ്മുടെ അടുത്ത് തന്നെ വരും, തപ്പി വരും. ഈ കറണ്ടിലെ ഏത് പൊട്ടൻസിയാ കൊടുത്തതെന്ന് ഞാൻ 0/3 തന്നെ, വേറൊന്നുമല്ല കൊടുത്തത്, 0/3 ആവും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പേരെടുക്കാവുന്ന ഒരു ഫീൽഡാണ് ഈ ആങ്കർ. അതുപോലെ തന്നെ ഈ പിള്ളേരുടെ ദുർനടത്തിപ്പ്, അതുപോലെ തന്നെ ഇപ്പോൾ ടക്ക് അബ്യൂസ്. ഈയിടെ എൻ്റെ അടുത്ത് നിന്ന് സ്ഥിരം മേടിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചു, നാട്ടിൽ പോവാ, പക്ഷേ അയാളുടെ വീട്ടിൽ ഒരു ജോലിക്കാരത്തെ സ്ത്രീ നിൽപ്പുണ്ട്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഭയങ്കര കുടിയാണ്. അവസാനം ഇവരെ കൂടെ വിൽക്കാനുള്ള, അതായത് ഇപ്പം അവരവിടുന്ന് ഓടിപ്പോയി. ഈയിടെ ഇവിടെ ബോംബെ വന്നു. നാട്ടിൽ പോയപ്പം എന്നോട് ചോദിച്ചു, ഇവരെ ട്രീറ്റ് ചെയ്ത് കുറഞ്ഞ കാരണം അവർക്കുള്ള വിശ്വാസം കൊണ്ട് ചോദിച്ചു, ഡോക്ടറെ എന്നേലും മരുന്നുണ്ടോ? ഞാൻ എന്നാ ചെയ്യാനാ, നമ്മൾ പൈസയൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല, ഒരു സൾഫർ 0/3 കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. ഇപ്പം അയാളുടെ കുടി നിർത്തി. അതറിയാതെ കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുത്തുള്ളൂ. കുടി കംപ്ലീറ്റ് നിർത്തി. അവർ ഈയിടെ അയാളുടെ 1000 രൂപ കൊടുത്തു വിട്ട് കൺസൾട്ടിങ് ഫീയാണ്. ഇതൊക്കെ പോലെ ഒരു മനസ്സിനൊരു സുഖമാണ്. നമുക്ക് പൈസയല്ല, അതൊക്കെ കുറവാക്കി കഴിയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം. അന്നേരം നമുക്ക് തോന്നും, ഇതൊക്കെ നമ്മുടെ ഹോമിയോപ്പതി പഠിച്ചത് എത്രയോ ഉപകാരമായി, എത്രയോ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും. അതിനൊരു ദൈവത്തിന് നന്ദിയും ഹനുമാനൊരു നന്ദിയും പറയുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ തന്നെ ഒരു വലിയ മനസ്സിനൊരു സംതൃപ്തിയല്ലേ. നിങ്ങൾക്കൊക്കെ ഇത് കിട്ടും. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമ്മുടെയൊക്കെ സമൂഹത്തിനെ പൊതുവെ മാറ്റി മറിക്കാൻ നമ്മുടെ ഹോമിയോപ്പതി കൊണ്ടും ഒക്കെ പഠനരീതിയിൽ മരുന്നിന് മാത്രമേ സാധിക്കുള്ളൂ. വേറൊരു രോഗത്തിൽ ഒരു മരുന്ന് ഇത്ര ഈക്വലൻ്റ്. അതാണ് ഹനുമാൻ പറഞ്ഞിരിക്കുന്നത്. എന്നെ ദൈവം തോന്നിച്ച ഒരു ശാസ്ത്രമാണ് ഹോമിയോപ്പതി. സാധാരണ ദുരിതാനുഭവിക്കുന്ന ഒരുപാട് രോഗികൾക്ക് സുഖമുള്ളതുകൊണ്ട് ഹോമിയോപ്പതി നിലനിൽക്കുന്നത്. ഞാൻ നിർത്തുക, സമയം ഒരുപാടായി. ജയലളിത ഡോക്ടർ സാറിന് ഒരു നന്ദി പറയണേ. ഓക്കെ ഡോക്ടറെ. ശ്രീധരക്കുറുപ്പ് ഡോക്ടറുടെ ക്ലാസ്സുകളൊക്കെ ഒത്തിരി നമ്മൾക്ക് നല്ലോണം ഉപകാരപ്രദമാണ്.
സാറ് ഒരുപാട് റെഫർ ചെയ്യണുണ്ട്. ഇത്രയും പ്രായമെങ്കിലും സാർ ഇപ്പോഴും കുറച്ച് മുന്നേ പറഞ്ഞു ഞാൻ കുറേ നോക്കിയിട്ടാണ് എടുത്തതെന്ന്. എല്ലാ മെഡിസിൻസും അതെ ഞാൻ പറ്റാവുന്നത്ര എഴുതിയെടുത്തിട്ടുണ്ട്. ബാക്കി യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ ബാക്കി എഴുതാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും സാറ് കുറേ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി നല്ല ക്ലാസ്സുകൾ തന്നതിന് എൻ്റെ പേരിലും IAPHന്റെ പേരിലും ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഒരുപാട് നന്ദി. വീണ്ടും സാറിൻ്റെ ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഞാൻ ഒരു മിനിറ്റ് കൂടെ എടുക്കുകയാണ്. പിന്നെ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മൈ എക്സ്പീരിയൻസ്. ഇതുപോലെ പല സോ കോൾഡ് ഇൻക്യുബേറ്റർ കേസ് പലതും സിംഗിൾ റെമഡി, മിനിമം ഡോസ്, മിനിമം ക്വാണ്ടിറ്റി, മിനിമം റെപ്പറ്റീഷനിൽ കൊടുത്ത ഒരുപാട് കേസുകൾ, ഒരു 55 കേസുകളുണ്ട്. താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ അത് പോസ്റ്റിൽ അയച്ചു തരുന്നതായിരിക്കും. സാറതെന്താ IAPHന്റെ എറണാകുളം യൂണിറ്റിലൊന്ന് ഇട്ട് തന്ന ഉപകാരമായിരുന്നു. ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു. മുമ്പ്. അതിന്റെ ഫോറത്തിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഹാർഡ് കോപ്പി വേണമെങ്കിൽ അത് നേരത്തെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുകൂടെ വേണമെങ്കിൽ പോരെ. ഒരു GPay നമ്പറും കോണ്ടാക്ടിന്റെ അതും കൂടി തന്നെയാണെങ്കിൽ നമുക്ക് അപ്പൊ 9468599431 എന്റെ സ്ഥിരം നമ്പർ. അത് GPay അത് തന്നാൽ അഡ്രസ് കൂടെ അയക്കണേ. അഡ്രസ്സും ഫോൺ നമ്പറും കൂടെ വരണം. ഒരാഴ്ചക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം വരും. ഓക്കെ. താങ്ക് യു സർ. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുസ്തകം മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് കണക്കാക്കണ്ട. താങ്ക് യു വെരി മച്ച്. താല്പര്യമുള്ളവർക്ക് മേടിക്കാം, ഇല്ലാത്തവർക്ക് കേട്ടേച്ചും ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിട്ടേ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോറി. അതുപോലെ ഇത്രയും നമുക്ക് പ്രയോജനമുള്ള ഒരു ക്ലാസ് തന്ന സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1671 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, ശുഭരാത്രി. ബൈ ബൈ.